ലോകത്തിൽ നമ്മൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എങ്ങനെ ജീവിക്കും? കാരണം ഇതൊക്കെയും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഈ ആവശ്യമുള്ള കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യമുള്ള ആ ദൈവരാജ്യത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കൊണ്ടു പോകുന്നത്. ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരായിരിക്കുമ്പോൾ, ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിന് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മളൊരു അന്യദേശത്ത് ആണ് ആയിരിക്കുന്നത്. നമ്മൾക്ക് ഈ ലോകം നമ്മുടേതല്ല. നമ്മളൊരു ലോകത്തിന് വേണ്ടി നോക്കി പാർക്കുകയാണ്. നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ പൗരന്മാരാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ അന്യരാജ്യത്ത് നമ്മൾ എങ്ങനെ പെരുമാറേണ്ടത് ആവശ്യമാണ്. നമുക്കൊരു പെരുമാറ്റ ചട്ടമുണ്ട് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ. നമ്മൾ ലോകത്തിലുള്ള മറ്റുള്ളവർ പെരുമാറുന്നത് പോലെ അല്ല പെരുമാറേണ്ടത്. നമ്മൾ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 29-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്: ഞാൻ നിങ്ങളെ നാട് കടത്തിയ നഗരത്തിൻ്റെ ക്ഷേമം അന്വേഷിച്ച് അതിനായി കർത്താവിനോട് പ്രാർത്ഥിക്കുക, കാരണം അതിൻ്റെ ക്ഷേമത്തിൽ നിങ്ങൾ നിങ്ങളുടെ ക്ഷേമം കണ്ടെത്തും. ഇവിടെ നമ്മൾ കാണുവാൻ കഴിയുന്നത്, ഇസ്രായേൽ മക്കൾ പ്രവാസികളായിട്ട് ബാബേലിലേക്ക് കടന്നുപോയി കഴിഞ്ഞപ്പോൾ യിരെമ്യാ പ്രവാചകൻ തൻ്റെ പ്രവചനം അവരെ അറിയിക്കുന്നതാണ്. നിങ്ങൾ ആയിരിക്കുന്ന ദേശത്ത് നിങ്ങൾ ആ ദേശത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ദേശത്തിൻ്റെ ക്ഷേമം നിങ്ങൾ അന്വേഷിക്കണം. അന്വേഷിച്ച് അതിനായി കർത്താവിനോട് പ്രാർത്ഥിക്കുക, കാരണം അതിൻ്റെ ക്ഷേമത്തിൽ നിങ്ങളുടെ ക്ഷേമവും കണ്ടെത്തും. നമ്മളെ ഈ ലോകത്താക്കി വെച്ചിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ എന്തിനാണ് ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അവിശ്വാസികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഈ സർക്കാരിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് എന്ത് ഗുണം? അവർ നമുക്ക് അനുകൂലമല്ലല്ലോ. ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഈ ഇസ്രായേൽ മക്കളായിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് അവരുടെ ദേവാലയം നശിപ്പിച്ച് അവരുടെ ബന്ധുമിത്രാദികളെയും അവരുടെ എല്ലാം പിടിച്ചുകൊണ്ട് പോയ ഒരു ജാതികളുടെ മധ്യത്തിൽ അവിടെ ആയിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് നന്മയുണ്ടാകുവാനുമാണ് ദൈവം അവരോട് പറയുന്നത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ഒരുപക്ഷെ നമുക്ക് വിരോധമായി ചിന്തിക്കുന്നവരായിരിക്കാം, നമുക്ക് എതിരായിട്ടുള്ളവരായിരിക്കാം. എന്നാൽ ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ, നമ്മൾ സ്വർഗീയ പൗരന്മാരായിരിക്കുന്നത് കൊണ്ട് ഈ ലോകക്കാരെ പോലെ അല്ല, മറിച്ച് സ്വർഗീയ പൗരന്മാരായിരിക്കുന്നത് കൊണ്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാനും ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവം ക്രിസ്തുയേശുവിൻ്റെ സ്വഭാവം പോലെ ആകേണ്ടത് ആവശ്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മൾ ആ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ആ ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരാണ്. ആ ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരായിരിക്കുമ്പോൾ ഈ ലോകത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ നമ്മൾ നിറവേറ്റേണ്ടത് ആവശ്യമാണ്. ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഈ ലോകത്തിലെ രാജാക്കന്മാർക്ക് വേണ്ടി, ഈ ലോകത്തിലുള്ള ഭരണാധികാർക്ക് വേണ്ടി, ഇതൊക്കെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു.